പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അനുവദിച്ചു നൽകിയ കാര്യങ്ങളിൽ തന്നെ അധികരിപ്പിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ട്, പക്ഷേ അതിൽ അധികരിപ്പിക്കൽ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ചില ആക്ഷേപങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ചിരിക്കുക എന്നുള്ളതാണ്. ചിരി ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലും പ്രവാചകന്റെ സഹാബികളുടെ ജീവിതത്തിലും ഒക്കെ നമുക്ക് അവർ ചിരിക്കുന്നതായി കാണുന്ന രംഗങ്ങളുണ്ട്. സഹോദരങ്ങളെ, എന്നാൽ ഇത് അധികരിപ്പിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുക്സിറു അൽളഹിക, നിങ്ങൾ ചിരി അധികരിപ്പിക്കരുത്. ഫഇന്ന കസറത അൽളഹികി തുമീതുൽ ഖൽബ്, നിങ്ങളെങ്ങാനും ചിരി അധികരിപ്പിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തെ മരിപ്പിച്ചു കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഹദീസിനെ വിശദീകരിക്കുന്നു പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഹൃദയത്തെ മരിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുലുഫുഹു അൻ ദിക്രില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അത് മാറ്റിക്കളയും. അട്ടഹസിച്ച് ചിരിക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു സ്വഭാവം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അന്ത്യദിനത്തെക്കുറിച്ചുള്ള അശ്രദ്ധ, തന്റെ മരണത്തെക്കുറിച്ചുള്ള അശ്രദ്ധ ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരികയും ഹൃദയത്തെ മരിപ്പിച്ചു കളയുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വചനത്തിന്റെ ആശയമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ചിലരുണ്ട്, 24 മണിക്കൂറും അവർ പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിച്ചിരിക്കാനുള്ള കാഴ്ചകൾ മാത്രമാണ് അവർ അവരുടെ സോഷ്യൽ മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ആളുകളെ കാണുന്ന സമയത്ത് പൊട്ടിച്ചിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. ചില ആളുകളെ കാണുന്ന സമയത്ത് അവർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കാനും പൊട്ടിച്ചിരിപ്പിക്കാനും ശ്രദ്ധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അത്തരം ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൈലുൻ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ്, ഒരു മനുഷ്യൻ ചില സംസാരങ്ങൾ സംസാരിക്കുകയാണ്, ലിയുദ്ഹിക ബിഹിൽ ഖൗമ, ഒരു സമൂഹത്തെ ചിരിപ്പിക്കാൻ, ചില ആളുകളെ ചിരിപ്പിക്കാൻ, തന്റെ മുന്നിൽ വരുന്ന ആളുകളെ ചിരിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ സംസാരിക്കുന്നത് എങ്കിൽ ഫയക്ദിബ്, എന്നിട്ട് അതിൽ കളവുണ്ടാക്കുകയാണ്. അവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞ് അവരെ ചിരിപ്പിക്കുന്നു. വൈലുല്ലഹു വൈലുല്ലഹു വൈലുല്ലഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അവന് നാശമാണ്. 4 ആളുകൾ കൂടുന്ന സമയത്ത് അവരെ ഒന്ന് ചിരിപ്പിക്കാമെന്ന് കരുതി നമ്മൾ പറയുന്ന കളവ് നമുക്ക് നാശമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ആളുകൾ അവരുടെ ജോലി തന്നെ തമാശ പറയലാണ്. അവർ സ്ഥിരം ഒരു തൊഴിലായി ഇതിനെ സ്വീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് അധികരിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പുഞ്ചിരിക്കുക, അട്ടഹാസമില്ലാതെ നമ്മുടെ പല്ല് കാണുമാറ് ചെറിയ രൂപത്തിൽ പുഞ്ചിരിക്കുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരനെ പുഞ്ചിരിയോടുകൂടി കാണുക എന്നുള്ളത് നിനക്കൊരു സദഖയാണ്, ദാനധർമ്മമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചില സ്വഹാബികൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെപ്പോഴും പുഞ്ചിരി കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു നൽകിയ കാര്യമായ ഈ ഒരു കാര്യത്തെ അതിന്റെ അതിരുകൾ കടക്കുന്നത് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ പ്രവാചകന്റെ വചനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, സത്യം ചെയ്യൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് കച്ചവട രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട രംഗത്ത് സത്യം ചെയ്യുന്നത് അധികരിപ്പിക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണം, വകസ്റതൽ ഹലിഫി ബിൽ ബൈഇ, കച്ചവടത്തിൽ അധികമായി സത്യം ചെയ്യുക. വല്ലാഹി, ഈ ഒരു സാധനം അത് നല്ലതാണ്, അല്ലെ, ഈ ഒരു സ്ഥലം അത് നല്ലതാണ്, ഇന്ന ഉപകരണം അത് നല്ലതാണ്, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നു, അത് അധികരിപ്പിക്കുന്നു.
സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നഹു യുനഫിഖു, അതവനെ കപടനാക്കും. ഈ സത്യം അധികരിപ്പിക്കുക, കച്ചവട രംഗത്ത് സത്യം അധികരിപ്പിക്കുക എന്നുള്ളത് അവനെ കപടനാക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമ്മ യംഹഖു, പിന്നീട് ആ കള്ളസത്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ അവനെ അത് നഷ്ടത്തിലേക്ക് സംഭവിപ്പിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ എന്റെ സംസാരം കേൾക്കുന്നുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കച്ചവടത്തിൽ സത്യം ചെയ്യുന്നത് അത് ഏറ്റവും നല്ല കാര്യത്തിന് മാത്രമാക്കുക, അധികരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാം നവവി റഹിമഹുല്ല പറയുകയാണ്, ഫീഹി നഹ്യു അൻ കസറത്തിൽ ഹലിഫി ഫിൽ ബൈഇ, കച്ചവടത്തിൽ അധിക സത്യം ചെയ്യുക എന്നുള്ളത് നഹിയാണ്, വിരോധനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത്, ഫഇന്നൽ ഹലിഫ മിൻ ഗൈരി ഹാജത്തിൻ മക്റൂഹുൻ, ആവശ്യമില്ലാതെ സത്യം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് അത് വെറുക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ കള്ളസത്യമാണ് എങ്കിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളോട് സംസാരിക്കുകയില്ല, വല യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുകയില്ല, വല യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയില്ല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3-ൽ ഒരുവനാരാണ് എന്ന് വിശദീകരിക്കുന്നു. അൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്ത് തന്റെ കച്ചവടച്ചരക്ക് വിറ്റഴിക്കുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കച്ചവടക്കാരുണ്ടെങ്കിൽ അവരുടെ കച്ചവട രംഗത്ത് ശ്രദ്ധിക്കുക. ഇനി അറിയാതെ ചില പോരായ്മകൾ നമ്മുടെ കച്ചവടത്തിൽ വന്നേക്കാം, അറിയാതെ ചില പോരായ്മകൾ നമ്മുടെ കച്ചവടത്തിൽ വന്നേക്കാം. അതിനുള്ള പരിഹാരം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാ മഅശറത് തുജാർ, കച്ചവടക്കാരെ, ഇന്നൽ ബൈഅ യഹ്ദുറുഹുൽ ലഗ്വു വൽ ഹലിഫു, കച്ചവടത്തിൽ സ്വാഭാവികമായും അറിയാതെ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ കടന്നുവരും, ചില സത്യങ്ങൾ, അധികരിപ്പിച്ച സത്യങ്ങൾ, അതുപോലെയുള്ള മോശമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കച്ചവടത്തിൽ അറിയാതെ വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫശുബുഹു ബിസ്സദഖ, ആ മോശത്തരത്തെ സ്വതക്ക കൊണ്ട് ഇല്ലായ്മ ചെയ്യണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അധികരിപ്പിക്കാൻ പറ്റാത്തത് കച്ചവടത്തിൽ സത്യം ചെയ്യുക എന്നുള്ള കാര്യമാണ്. 3-ാമത്തെ കാര്യം, ഇസ്ലാം ചോദ്യം ചോദിക്കുവാനുള്ള അവസരങ്ങൾ നൽകി. പ്രത്യേകിച്ച് ദീൻ പഠിക്കുന്ന കാര്യങ്ങളിൽ ചോദിക്കുക എന്നുള്ളത് പ്രോത്സാഹനം നൽകപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളായ സ്ത്രീകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരികളായ സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്. ലം യംനഉഹുന്നൽ ഹയാഉ അൻ യസ്അൽന ഫീ ദീനിഹിൻ, അവരുടെ ദീനിന്റെ വിഷയത്തിൽ ചോദിക്കുന്ന വിഷയത്തിൽ അവർക്കൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും നല്ല സ്ത്രീകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ചോദിക്കാം, എന്നാൽ ആ ചോദ്യവും അധികരിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയാണ്. ഇന്നല്ലാഹ കരിഹ ലക്കും തലാസൻ, 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു. ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയുക. വ ഇദാഅത്തുൽ മാൽ, സമ്പത്ത് വെറുതെ ചെലവഴിക്കുക. വ കസ്റത്തുസ് സുആൽ, അധികരിച്ച ചോദ്യങ്ങൾ. ഇതിനെ വിശദീകരിക്കുമ്പോൾ, ഈ അധികരിച്ച ചോദ്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, 1-ാമത്തെ ഉദ്ദേശം സുആലുൻ നാസി അംവാലഹും, ജനങ്ങളുടെ മുന്നിൽ പോയി കൈനീട്ടുക എന്നുള്ളതാണ്. ജനങ്ങളുടെ മുന്നിൽ പോയി കൈനീട്ടുക ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. 2-ാമത്തത് അസ്സുആലു അനിൽ മസാഇലിൽ ലദി യൻദുറു വുഖൂഉഹാ ഔ യസ്തഹീൽ, ഒരിക്കലും സംഭവിക്കാത്ത, അസംഭവ്യമായിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റയറായി സംഭവിക്കുന്ന ചില മസ്അലകളെ എടുത്ത് അത് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സുആലു സായിലി അമ്മാ ലാ യഅനിഹി, ഒരു ഉപകാരവും തന്റെയോ തന്റെ കൂട്ടുകുടുംബങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു ഉപകാരവും ദുനിയാവിലും ആഖിറത്തിലും നൽകാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഇസ്ലാം വെറുത്ത കാര്യമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അധികരിച്ച ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ടോ? നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, അവന് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ, പരലോകത്തും ഇഹലോകത്തും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. 4-ാമത്തെ ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് അനുവാദം നൽകി. പക്ഷേ അതിരാത്രികളിൽ പുറത്തിറങ്ങുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അഖില്ലു അൽ ഖുറൂജ ബഅദ ഹദ്അതി റിജ്ലി,
രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് നിങ്ങൾ കുറക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് യുവാക്കൾ, കുട്ടികൾ എവിടെയാണ് രാത്രി സമയങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത് നന്നായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഖില്ലു അൽ ഖുറൂജ ബഅദ ഹദ്അത്തി റിജ്ലി, രാത്രിയായതിനു ശേഷം പിന്നീട് നിങ്ങൾ വീടകങ്ങൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് സൂക്ഷിക്കണം, അത് നിങ്ങൾ കുറക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനാവശ്യമായി അങ്ങാടികളിലും മറ്റുമൊക്കെ കറങ്ങി നടക്കുന്ന, രാത്രി എത്ര ഇരുട്ടിയാലും 12ഉം 1 മണിക്കുമൊക്കെ നാട്ടിൽ ഇന്ന് യുവാക്കൾ ഇറങ്ങി സെൽഫി എടുക്കുന്നു, അവരുടെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായി ആവശ്യമുണ്ടെങ്കിൽ, അത്യാവശ്യമുണ്ടെങ്കിൽ നമുക്കിറങ്ങാം, പക്ഷെ അനാവശ്യമായി അങ്ങനെ രാത്രി പുറത്തിറങ്ങുന്നത് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്ന കാര്യമേ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇസ്ലാം സംസാരത്തിന് അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ കേട്ടതെല്ലാം പറഞ്ഞു നടക്കുക എന്നുള്ളത് ഇസ്ലാം ഒരു മനുഷ്യന് അനുവാദം നൽകാത്ത കാര്യങ്ങളാണ്. കേട്ടതെല്ലാം പറഞ്ഞു നടക്കുക, കണ്ടതും കേട്ടതും പറയുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു മനുഷ്യനെ കളവിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതെല്ലാം പറഞ്ഞു നടക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ കളവിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങൾ സൂക്ഷിക്കണം, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അദ്ദേഹം പറയുകയാണ്, എല്ലില്ലാത്ത ഒരു അവയവമാണ്, അതിനെ നിങ്ങൾ ഫഹ്ഫദ്ഹു, നിങ്ങൾ അതിനെ സൂക്ഷിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഫാ കുന്നിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ട് തന്റെ നാവിനെ പിടിച്ച് ആളുകളോട് പറയുകയാണ്. പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ ലിസാനു ഖുൽ ഖൈറൻ തഗ്നം, നാവേ നീ നല്ലത് സംസാരിക്കുക, എന്നാൽ നിനക്ക് ഐശ്വര്യമുള്ളതായി മാറാം. വസ്കുത് അൻ ശർരിഹി തസ്ലം, മോശമായ കാര്യങ്ങളിൽ നിന്ന് നീ മിണ്ടാതിരിക്കുക, എന്നാൽ നിനക്ക് രക്ഷപ്പെടാം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ആ കുന്നിന്റെ മുകളിലേക്ക് കയറി വെറുതെ പറഞ്ഞതല്ല. അതിനുശേഷം അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ചേർത്തു വെക്കുന്നുണ്ട്. അക്തറു ഖതായ ഇബ്നി ആദമ ബിലിസാനിഹി, മനുഷ്യരുടെ അധിക തെറ്റുകളും സംഭവിക്കുന്നത് അവരുടെ നാവുകൊണ്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസാരത്തെ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നതെല്ലാം സത്യമാണോ അല്ലയോ എന്നുള്ള വേർതിരിവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമ, ഒരു മനുഷ്യൻ ഒരു സംസാരം സംസാരിക്കുകയാണ്, മാ യുൽഖി ലഹാ ബാലൻ, അവനതിനൊരു വിലയും നൽകുന്നില്ല, വലിയ കാര്യമായിട്ടൊന്നുമല്ല, അവൻ പറഞ്ഞത് തമാശക്ക് പറഞ്ഞതാണ് ഒരു കലിമത്ത്, അത് സംസാരിച്ചത് മിൻ സഖത്തില്ലാ, അല്ലാഹുവിന്റെ കോപമുണ്ടാക്കുന്ന കാര്യമാണ് എങ്കിൽ യഹ്വി ബിഹാ ഫീ നാരി ജഹന്നം, നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാര്യങ്ങളിൽ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ് പഠിപ്പിച്ചത്? അതിൽ നിന്നും 5 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ആറാമത്തെ ഒരു കാര്യം, ലാ തുക്സിർ അൽ ഇസ്തിഹ്ലാക ഫൗഖ അൽ ഹദ്ദിൽ മുഅ്താദ്, ഏത് കാര്യവും ഉപയോഗിക്കുമ്പോൾ അതിന്റെ പരിധി വിട്ട് ഉപയോഗിക്കരുത് എന്ന് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. സമ്പത്ത് നമുക്ക് ചിലവഴിക്കാം,
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അനുഗ്രഹത്തെ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ അത് പരിധി വിടുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നിന്റെ കാലഘട്ടത്തിൽ ആഘോഷങ്ങളുടെയും മറ്റു പരിപാടികളുടെയും പേരിൽ ധാരാളം സമ്പത്ത് ദൂർത്തടിക്കുന്ന ഒരു രംഗം മുസ്ലിം സമൂഹത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ആ സമ്പത്ത്, ഉപയോഗിക്കാൻ അനുവദിച്ചു നൽകിയ ആ സമ്പത്ത് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ? അതല്ല, നമ്മൾ ഉപയോഗിക്കേണ്ട പരിധിക്ക് അപ്പുറത്ത് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം എന്റെയും നിങ്ങളുടെയും മനസ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമ്മളെ അത് വിരോധിച്ച കാര്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഉപയോഗിക്കാൻ അല്ലാഹു അനുവാദം നൽകി, പക്ഷേ അത് അതിരി കടക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾ അനുവദിച്ചു നൽകിയതാണെങ്കിലും അധികരിപ്പിക്കാൻ ഇസ്ലാം അനുവാദം നൽകാത്ത കാര്യമാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കുക.